ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ തേങ്ങയുടെ പുറകിലുള്ള ആ ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല വൈറ്റ് കളറിൽ നമുക്കിത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് മാറ്റി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ട് ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറകിലൊരു ചെറിയൊരു കത്തി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് എടുക്കാം. തേങ്ങ ചിരകി എടുക്കുമ്പോഴത്തേക്കും ആ ഡാർക്ക് സൈഡ് നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് പോവില്ല എല്ലാം കൂടി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ തേങ്ങയിൽ നിന്ന് ഫസ്റ്റ് നമ്മളിത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ശരി, നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ചിരകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല തരിയായിട്ട് ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്നതെന്ന് പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇതുപോലെ തരിയായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്നും ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ നിന്ന് ഒരല്പം കൂടി വലിയൊരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ തോരനൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യില്ല, അതിലല്ല, കുറച്ചുകൂടി വലിയ ഹോളുകളിൽ വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കടായിലേക്ക് നേരിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതായത് കുറച്ച് ചൂടാക്കിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് വറുക്കുമ്പോഴത്തേക്കും ഇതിന് പുറത്തുള്ള ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മുടെ ഈ ക്യാരറ്റ് ഒന്ന് ഉപയോഗിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ക്യാരറ്റിൻ്റെ കളറൊക്കെ അതിൽ പിടിച്ചിട്ട് മഞ്ഞ കളറിലായി പോകും. നമ്മുടെ ക്യാരറ്റിലുള്ള ആ വെള്ളമൊക്കെ പോയിട്ട് നല്ലതുപോലെ ഇതുപോലെ തരിയായിട്ട് പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നന്നായിട്ട് അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോയിരിക്കണം. അപ്പോൾ 2-3 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് ഇത്രയും ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ക്യാരറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അതേ സെയിം കടായിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നെയ്യെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഈ തേങ്ങയും കൂടെ ചേർക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കണം. ചെറിയ രീതിയിൽ ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. എന്നാലും ഒരു 2 മിനിറ്റോളം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഇതിലേക്ക് അധികമുള്ള ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഫ്ലെയിം നമ്മൾ ഒരുപാട് വെക്കരുത്, എങ്കിൽ പിന്നെ തേങ്ങയുടെ അവിടെ എവിടെയായിട്ടൊന്ന് കറുത്ത് പോകും, ഡാർക്ക് കളറിൽ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നല്ല രീതിയിൽ ഇതുപോലെ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ എല്ലാം ഇതുപോലെ തരിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് പരസ്പരം മുട്ടിപ്പിടിച്ചിരുന്നതൊക്കെ ആ സ്റ്റിക്കായിട്ടിരുന്നതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ തേങ്ങയിലുള്ള കുറച്ച് നനവും അതുപോലെ തന്നെ ഈ പഞ്ചസാരയും കൂടി ചൂടായിട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് ഉരുകി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും.
അധികം ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെ ഉണ്ടാവില്ല, ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ആ തേങ്ങയിലുള്ള വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാൻ പറ്റും പഞ്ചസാര ഒരു നൂൽ പരുവത്തിൽ ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ഏലക്കാപ്പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി നമുക്ക് ചേർക്കാതിരിക്കാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് മുഴുവൻ ഏലക്കയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി, നമ്മുടെ മധുരം എടുത്തിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി നമ്മൾ ചേർത്തേക്കണം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റും കൂടിയാണ്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് സമയത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് നമ്മുടെ ക്യാരറ്റ് എല്ലാം ഒന്ന് ഫില്ലായി കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നീട് നമ്മളിത് വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിത് ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ട്രേയിലേക്കൊന്ന് മാറ്റണം. എന്നാൽ ശരി, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഏത് ട്രേയിലേക്കാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യും കൂടി പുരട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ട്രേയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ ആ സ്റ്റീൽ തട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബൗളിലോ, നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചൂട് കയ്യിൽ നിൽക്കുമെങ്കിൽ കുട്ടി കുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കി വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ട്രേയിലേക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ചൂട് മാറുന്നതിന് മുൻപേ തന്നെ നമ്മൾ ട്രേയിലേക്ക് മാറ്റിയേക്കണം. നന്നായിട്ട് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തരി പോലെ ആയിപ്പോവും. അതിൻ്റെ പേരിലാണ്. ഇതെല്ലാം ഒരു ട്രേയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്മാഷർ കൊണ്ടോ, ആ സ്മാഷറിൻ്റെ അടിയിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും സ്പാച്ചില കൊണ്ടോ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഷേപ്പ് വരുത്തി കൊടുക്കണം. ഒരല്പം പോലും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി സ്പൂണൊക്കെ കൊണ്ട് സൈഡിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതിൽ നല്ല ചൂടായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇനിയിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടേസ്റ്റിയാണ്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അത്രയും ആ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ നല്ലതുപോലെ ഇത് കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചേക്കണം. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മാത്രം മതിയാവും. നമ്മളിപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാനും പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോക്കനട്ട് ക്യാരറ്റ് ബർഫിയാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. നമുക്ക് വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രമാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബേക്കറിയിലൊക്കെ പോയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഒരധികം കാശൊക്കെ കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.